ഉന്മേഷ്, ഇപ്പോൾ യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തെ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ജില്ലാ ആശുപത്രിയിലാണ് മൃതദേഹമുള്ളത്. അദ്ദേഹം യു.ഡി.എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് അവിടെ ജില്ലാ ആശുപത്രിയിലുണ്ട്. സംഭവിച്ച് ഇത് കൃത്യമായിട്ട് വർഷങ്ങളായിട്ട് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വന്യമൃഗശല്യം, വന്യമൃഗവേട്ട, മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, അതിന്റെ ഒരു രക്തസാക്ഷിയാണ് ഇത്. കാരണം ഇവിടെ ആളുകൾ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങാൻ ഭയക്കുന്ന ഒരു സമയമാണ്. എവിടെ നോക്കിയാലും ആനയും കടുവയും പുലിയും കരടിയും പന്നിയും ഒക്കെ നാട്ടിൽ പകലിറങ്ങി നടന്ന് ആളുകൾക്ക് പുറത്തിറങ്ങാൻ ഭയക്കുന്ന ഒരവസ്ഥാവിശേഷം നിലനിൽക്കുക. ഇത് അനധികൃതമായി ഈ പറയുന്ന ഇത് വലിച്ച് ഉള്ള ഒരു സംഭവമാണിത്. ഇതിൽ KSEB അടിയന്തരമായി ഈ കാര്യത്തിൽ നടപടിയെടുക്കണം. കാരണം ഈ രൂപത്തിലൊക്കെ 15 വയസ്സായ ഈ കുട്ടിയെ ഒക്കെ ഇത്തരം രൂപത്തിൽ കൊല്ലപ്പെടണമെങ്കിൽ എത്രമാത്രം ശക്തിയുള്ള ഒരു ഇതായിരിക്കും അത്. കാരണം സാധാരണ എല്ലാവരും ഇതിനൊക്കെ ഉപയോഗിക്കുക സോളാർ ഫെൻസിംഗ് ആണ് ഉപയോഗിക്കുക. അതിനൊരു കൃത്യമായ ഒരു കണക്കുണ്ട് അതിന്. ഇത് നേരിട്ട് ഞാനൊക്കെ മനസ്സിലാക്കുന്നത് KSEBയുടെ ഒത്താശയോടുകൂടി ചെയ്ത സംഭവമായിരിക്കും. അല്ലാതെ ഇപ്പോൾ KSEB നാട്ടിലെവിടെ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിനെ വളരെ പെട്ടെന്ന് നടപടിയെടുക്കുന്ന KSEB ഇങ്ങനെ നേരിട്ടൊക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതൊക്കെ കാണുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മുടെ മക്കളെയൊക്കെ ഇങ്ങനെ കുരുതി കൊടുക്കേണ്ട ഒരവസ്ഥാവിശേഷം, വളരെ ദീനമായ, വളരെ ദയനീയമായ ഒരവസ്ഥയാണ് നിലമ്പൂരുള്ളത്. ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നുണ്ടല്ലോ. ഇവിടെ ഇപ്പൊ ഞാൻ ഇന്നലെ ചെന്നപ്പോഴ് എടക്കരയുടെ ഒരു ഭാഗത്ത് ചെന്നപ്പോൾ അവിടെ സ്വീകരണം നടന്നുകൊണ്ടിരിക്കുക. അവിടുത്തെ ആളുകൾ പറയാം, അപ്പുറത്ത് 150 മീറ്റർ അപ്പുറത്ത് ആനയുണ്ട്. പകല് ആന വന്ന് നിൽക്കുകയാണ്. അതൊരു ഭാഗത്ത് നിൽക്കുക. ആളുകൾ ഈ എന്ത് ചെയ്യണം